ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രീമി ഗാർഡൻ. ഞാൻ രോഷ്നി. ഇന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ റെഡ് റിപ്സാലിസ്, ഗാർലിക് വൈന്, നമ്മുടെ ക്യാറ്റ്സ് ക്ലോ അങ്ങനെയുള്ള റെയർ വെറൈറ്റീസ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണണേ, വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണേ. ഇത് നല്ല ഹെൽത്തി പ്ലാന്റ്സ് നമ്മുടെ ഡ്രീമി ഗാർഡൻ്റെ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ആ പ്ലാന്റിൻ്റെ ഒരു ഹെൽത്തിനെ പറ്റി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സുകളുണ്ട്. നോർമലായിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്, റെയർ വെറൈറ്റീസ് ഉണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നൊസ്റ്റാൾജി ആയിട്ടുള്ള കുറേ പ്ലാന്റ്സ് ഉണ്ടല്ലോ, അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് പ്ലാന്റ്സ് ആണോ ഇഷ്ടമാവുക, അതായത് നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്ത പ്ലാന്റ്സുകൾ, അത് നിങ്ങൾ ഇതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ ദയവായിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് അയക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റിൻ്റെ മാത്രം സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. അപ്പോൾ നമുക്ക് ക്രീപ്പിംഗ് പ്ലാന്റ്സ് ഉണ്ട്, പോത്തോസ് വെറൈറ്റീസ്, ബിഗോണിയ ഉണ്ട്, കലാത്തിയ ഉണ്ട്, കലേഡിയ ഉണ്ട്, അഗ്ലോണിയം ഉണ്ട്. പിന്നെ നമ്മുടെ ക്രീപ്പിംഗ് പ്ലാന്റ്സ് ഉണ്ട്, വാൻഡറിങ് ജൂ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്, വെരിഗേറ്റഡ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെ പല ഒരേ പ്ലാന്റ് തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ നമ്മുടെ എപ്പീഷ്യ പ്ലാന്റിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇത് ഹാങ്ങി മെലസ്റ്റോമയാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് ആണ് ഹാങ്ങി മെലസ്റ്റോമ. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ നല്ല പൊട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ ഹാങ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സ് സ്ക്രീൻഷോട്ട് അയയ്ക്കുക. നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഫോൺ പേയും ഗൂഗിൾ പേയും ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാൻസ് വാങ്ങിക്കുന്ന ആളും നമ്മുടെ ഗൂഗിൾ പേ ചെയ്യുന്ന ആളും രണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് അറിയിക്കുക. അപ്പോൾ പാക്ക് ചെയ്യുന്ന സമയത്ത് അത് വളരെ പ്രയോജനകരമായിരിക്കും. അപ്പോൾ നമ്മളൊരു 2-3 ദിവസം എന്നാണ്, 1 വീക്ക് നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിൽ 2-3 ഡേയ്സിനുള്ളിൽ നമ്മൾ തീർച്ചയായിട്ടും പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയുള്ള പ്ലാൻസ് പെൻഡിങ് ഒന്നുമില്ല, ഒരെണ്ണം മാത്രം മാറ്റി വെച്ചേക്കാൻ പറഞ്ഞേക്കുന്നു. ബാക്കിയെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം 2-3 ഡേയ്സിനുള്ളിൽ അയക്കുന്നുണ്ട്. 1 വീക്കാണ് നമ്മൾ ഈ ഹോംലി പ്ലാന്റ്സിന് വേണ്ടി ചോദിക്കുന്നത്. കാരണം അതിൻ്റെ ഓർഡർ അനുസരിച്ചാണ് നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്ലാന്റ്സും അങ്ങനെയാണെങ്കിലും ഇതിന് കുറച്ചുകൂടി ടൈം എടുക്കും. പ്രത്യേകിച്ച് ഈ മഴ സമയമായതുകൊണ്ട് ചെടി നല്ല പിടിപ്പിച്ചെടുക്കാനായിട്ട്, വേര് പിടിപ്പിച്ചെടുക്കാൻ വളരെ നല്ലതാണ്. എങ്കിൽ തന്നെയും ഇതിന് നമ്മൾ പാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മഴ സമയത്ത്. അത് ഗാർഡനിൽ പോയി നമ്മൾ ഓരോ പ്ലാന്റ്സും നോക്കിയെടുത്തുകൊണ്ട് വന്ന് പാക്ക് ചെയ്ത് അപ്പോൾ നമ്മൾ കൊറിയറിൽ എത്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെതായ ഒരു സമയമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ DTDC പോസ്റ്റൽ കൊറിയർ ഒക്കെയാണ് കൊറിയർ സർവീസ്. ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പാഴ്സലൊക്കെ അഴിച്ച് കാണിച്ച് വീണ്ടും അത് പാക്ക് ചെയ്ത് ഒരുപാട് പാക്കിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് ഭയങ്കര പ്രയാസമാണ്. അത് കാരണം മാക്സിമം ഞാനത് എടുക്കാറില്ല. അതുകൊണ്ട് KSRTCയിൽ വേണമെങ്കിൽ നമുക്ക് അയക്കാൻ പറ്റും. പിന്നെ സ്പീഡ് ആൻഡ് സേഫ്, പോസ്റ്റൽ കൊറിയർ, DTDC ഒക്കെ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഫേൺ വെറൈറ്റീസ് ആണ്. ട്വിസ്റ്റഡ് ഫേൺ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ബോസ്റ്റൺ ഫേൺ ഉണ്ട്, ബട്ടൺ ഫേൺ ഉണ്ട്, നമ്മുടെ പിന്നെന്താ നമ്മുടെ ട്വിസ്റ്റഡ് ഫേണുണ്ട്, പീക്കോക്ക് ഫേണുണ്ട്, സിൽവർ ഫേണുണ്ട്, പിന്നെ ഹാർട്ട്ലി ഫേണുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ്, ഫേൺസ് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇത് ഫിലോഡെൻഡ്രോൻ്റെ ഹാർട്ട്ലി വെറൈറ്റിയാണ്. അതുകൊണ്ട് സ്നേക്ക് പ്ലാന്റിന് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് അഗ്ലോണിമ വെറൈറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഓരോ വീഡിയോയിലും അതിൻ്റെ സൗകര്യം അനുസരിച്ചാണ് നമ്മൾ പ്ലാൻ സെറ്റ് ചെയ്ത് വിലയിട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് വീഡിയോ ആണോ കണ്ടേക്കുന്നത്, നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് ആ സമയത്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നമുക്ക് നോക്കി ലിസ്റ്റ് അയക്കാനായിട്ട് കുറേ ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ സ്ക്രീൻഷോട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ ബ്ലാക്ക് CC ആണ്. അതുപോലെ ഗ്രീൻ CC ഉണ്ട്, കമ്മൽ ചെടിയുണ്ട്, നമ്മുടെ നിശാഗന്ധി ഉണ്ട്, പിന്നെ എന്താണ് നമ്മുടെ നാലുമണിയുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ തിരക്കി നടക്കും. നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല എന്നൊക്കെ പറയുന്ന ഒരുപാട്, ഇതൊക്കെ എനിക്കിഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിതൊക്കെ കളക്ട് ചെയ്തേക്കുന്നത്. ഗന്ധരാജന് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വെരിഗേറ്റഡ് ഗന്ധരാജനുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ലീഫ് കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണ്. എൻ്റെ ലീഫ് തന്നെയാണ്. പ്ലാന്റിൻ്റെ പൂവിന് ഭയങ്കര ഭംഗിയാണ്, പിന്നെ മണമാണ്. പക്ഷെ നിശാഗന്ധി അതുപോലെ തന്നെ നല്ല മണമുള്ള പൂവാണ്. നിറയെ പൂക്കളുണ്ടാകും കേട്ടോ. നിശാഗന്ധിയുടെ ഇഷ്ടംപോലെ തൈകൾ അവൈലബിൾ ആണ്. അതുപോലെ ബിഗോണിയുടെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എപ്പീഷ്യ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. നോർമൽ വെറൈറ്റീസ് ഉണ്ട് ഇതിനകത്തിൽ. അതുപോലെ റെയർ വെറൈറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റേറ്റ് കുറച്ചാണ് എല്ലാ പ്ലാന്റ്സും എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ
സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമാണ് നമ്മളിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ റെയർ വെറൈറ്റീസ് ഒക്കെ ഉൾപ്പെടുത്തുന്ന അഡിനിയം ഉണ്ട്. അഡിനിയത്തിൻ്റെ കോംബോ വീഡിയോ ഉണ്ട്. പിന്നെ 10 മണിയുടെ പിന്നെ കോമ്പോസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹോംലി പ്ലാന്റ്സ് ഡ്രീം ഗാർഡൻ്റെ സ്വന്തം ചെടികളാണ്. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് നേഴ്സറിയിലെ പോലെ ഉണ്ടാവില്ല. നമുക്ക് ഓരോ പ്ലാന്റ്സും വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് സ്റ്റോക്ക് വരുന്ന അനുസരിച്ചാണ് പ്ലാന്റ് ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ ഏത് പ്ലാന്റ് ആണോ ഇഷ്ടമുള്ളത് ആ പ്ലാന്റിൻ്റെ തീർച്ചയായിട്ടും സ്ക്രീൻഷോട്ട് അയയ്ക്കുക. പിന്നെ നമ്മുടെ ലെൻഡാന പ്ലാന്റ്സിൻ്റെ തന്നെ കുറച്ച് കളറുണ്ട് കേട്ടോ. ഇത് നല്ല ഡാർക്ക് മജന്ത കളറാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഫോട്ടോയിൽ അത്രത്തോളം കളർ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ചിലപ്പോഴും തോന്നാറുണ്ട് പല ചെടികളുടെ സൗന്ദര്യം ഇപ്പോൾ പൂവിൻ്റെ ആയാലും വീഡിയോ എടുത്താലും ശരിക്കും കാണുന്ന ആ ഒരു കളറ്. ഇപ്പോൾ വയലറ്റ് കളർ കൊണ്ടുവന്നൊരു ചെടിയുടെ വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതിനൊരു ഡാർക്ക് പിങ്കോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് വയലറ്റ് ഒക്കെ ആയിട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ ഓരോ കളറും റെഡ് എടുത്താലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുപോലെ അഡിനിയം അറബിക്കം, അഡിനിയം റെയർ കളറുകൾ ഒക്കെ നമുക്ക് സിങ്കോണിയം വെറൈറ്റീസ്, അതുപോലെ നമ്മുടെ സ്പെഷ്യൽ പ്രീമിയം ക്വാളിറ്റി ബോൺ മീൽ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. കാരണം എത്ര വളം ഇട്ടിട്ട് എൻ്റെ ചെടി വലുതാകുന്നില്ല. ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ചെടി ഇത്രയും നല്ല ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് വളരുന്നത്, അതിനെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അതിനെപ്പറ്റി അതിൻ്റെ ചെടിയുടെ ഹെൽത്തിനെ കുറിച്ച്. അപ്പോൾ നമ്മൾ അത്യാവശ്യം വില കൊടുത്ത് ചെടികൾ മേടിക്കുമ്പോൾ അതിന് ഏറ്റവും നല്ല വളം തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമാണ് എത്രയും പെട്ടെന്ന് നല്ല ഹെൽത്തി ആയിട്ട് കിട്ടുക. നല്ല പൂക്കൾ കൊണ്ട് നിറയും. എന്ന് വീടിൻ്റെ പൂ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയതാണ് ഈ മെക്സിക്കൻ പെറ്റൂണിയ. പറിച്ചു കളഞ്ഞാലും പോകത്തില്ല, കമ്മല ചെടി പോലെ. അങ്ങനെയുള്ള ഒരുപാട് പ്ലാന്റ്സ് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അതുപോലെ അഡിനിയം ഒന്നുമില്ല, ഒരു ചെടി പോലും ഇല്ലെന്ന് പറയുന്ന ആൾക്കാർക്ക് 50 രൂപ എടുത്താൽ അത്യാവശ്യം കോഡക്സ് ഉള്ള ഞാൻ സീഡ് മുളപ്പിച്ചെടുത്ത അഡിനിയത്തിൻ്റെ തൈകൾ ഞാൻ അയച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എനിക്കൊന്ന് തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെ വ്യൂവേഴ്സ് ഉള്ളത് കേട്ടോ. ഒരുപാട് പേര് നമുക്ക് എന്ത് പറയേണ്ടതെന്ന് അറിയില്ല. നമുക്ക് ഒരുപാട് സ്നേഹത്തോട് സംസാരിക്കുന്ന തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇന്നും ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാ ദിവസവും നമുക്ക് അവരുടെ ഒരു സപ്പോർട്ട് ഭയങ്കരമാണ്. അത് ഭയങ്കര സ്നേഹമാണ്. പല പല സ്ഥലങ്ങളിൽ പല സ്റ്റേറ്റിലൊക്കെ ഉള്ളവരൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അപ്പം അവിടേക്ക് ഇരുന്ന് ഈ വീഡിയോ കാണുന്നു എന്ന് ഓർക്കുമ്പോൾ തന്നെ അതും ഒരു സന്തോഷമാണ് കേട്ടോ. സത്യമായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക്, ലിങ്ക് ഷെയർ ചെയ്തവർക്ക്, അതും ഇതാണ് നമ്മുടെ ബോൺ മീൽ കേട്ടോ. വളരെ ഫൈൻ പൗഡറാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.